എടവനക്കാട് സ്വദേശിനി ജാസ്ലിയ ജോൺസന്റെ അപകട മരണത്തിൽ പ്രതിയായിട്ടുള്ള ഡോക്ടർ സിറിയക്കിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് സംഘം പിടികൂടിയത്. വാഗമണിൽ നിന്ന് പിടികൂടിയ ശേഷം നേരെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഡോക്ടർ സിറിയക്കിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇനി പോലീസ് സംഘം ഇയാളുടെ കസ്റ്റഡി അപേക്ഷ നൽകും, കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായ ചോദ്യം ചെയ്യലും സംഭവ സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് വാഹനാപകടം ഉണ്ടാകുന്നത്. നടന്നു പോവുകയായിരുന്ന ജാസ്ലിയെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ് റോഡിൽ കിടക്കുമ്പോഴും ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താനും ഡോക്ടർ സിറിയക്ക് തയ്യാറായില്ല. ഒരു ഡോക്ടറാണെന്ന് കൂടി ആലോചിക്കണം. വേണ്ട ഒരു സഹായം, വൈദ്യസഹായം ഉറപ്പാക്കാൻ പോലും ഇയാൾ തയ്യാറായില്ല. മാത്രമല്ല വാഹനം എടുത്ത് കടന്നു കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇയാൾ പറയുന്നത് താൻ ഭയപ്പെട്ടു പോയതിനാലാണ് വാഹനം നിർത്താതെ പോയത് എന്നതാണ്. പക്ഷേ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഇയാൾ ഉപയോഗിച്ചിരുന്നോ എന്ന സംശയം പോലീസിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇയാളുടെ മുടിനാര്, അതോടൊപ്പം തന്നെ നഖം ഇതുൾപ്പെടെ ശേഖരിച്ച് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ അറിയാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. നേരത്തെ ഡോക്ടർ സിറിയക്കിന്റെ അച്ഛൻ ജോർജിനെ പോലീസ് സംഘം പിടികൂടിയിരുന്നു. ഹാർബറിങ്ങിന്, അതായത് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന കുറ്റത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഉണ്ടായി. തുടർന്ന് പിന്നീട് ജാമ്യം കിട്ടുകയായിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തും. ഈ സംഭവം ഉണ്ടായപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട വിധത്തിലുള്ള അന്വേഷണം ഉണ്ടായില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ആലുവ റൂറൽ എസ് പി ഒരു അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായോ എന്ന് അന്വേഷിക്കാനാണ് നിർദ്ദേശം. ആലുവ ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കിൽ നിർണായകമാകും. എന്തായാലും ഈ പ്രതി ചെയ്തത് എന്ന് പറയുന്നത് ഈ സംഭവശേഷം പോലീസിന് മുന്നിൽ ഹാജരാകാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായം ഒന്നും ഉറപ്പ് നൽകാതെ ഇയാൾ നേരെ ഒളിവിൽ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒളിവിൽ കഴിഞ്ഞു. രൂപവും മറ്റും മാറി അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു. പോലീസ് വിവിധ ഇടങ്ങളിൽ അവസാന ഘട്ടത്തിൽ വലിയ തോതിലുള്ള പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ജാസ്ലിയയ്ക്ക് 28-ന് അപകടമുണ്ടാവുകയും അതിനുശേഷം മസ്തിഷ്ക മരണം സംഭവിക്കുകയുമായിരുന്നു. ആ കുടുംബത്തിന്റെ വലിയ തോതിലുള്ള പ്രതീക്ഷകളാണ് ഇല്ലാതായി പോയത്. അങ്ങനെ ആ ഒരു വേദനയ്ക്കിടയിലും 4 പേർക്ക് പുതുജന്മം നൽകിയാണ് ജാസ്ലിയ യാത്രയാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായിട്ടുള്ള നടപടി പ്രതികൾക്കെതിരെ ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഏവരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. യെസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.